കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു വാദം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ ഇന്നോളമുള്ള മന്ത്രിസഭകളിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാതെ മറ്റു വകുപ്പുകളൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല എന്നതായിരുന്നു അത്. ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം EMS സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത PK ചാത്തൻ മാസ്റ്റർ മുതൽ ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ വിസ്മരിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ 57-ലെ മന്ത്രിസഭ മുതൽ 2025-ൽ എത്തി നിൽക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽ കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ എന്തെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല എന്നായിരുന്നു എ ജയശങ്കറിന്റെ ചോദ്യം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ജയശങ്കർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞ വിഷയത്തിൽ പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം വിവാദമായത് എന്നുമാണ് ജയശങ്കർ പറഞ്ഞത്. വസ്തുത അറിയാതെ ജയശങ്കറിന്റെ കള്ളങ്ങൾക്ക് കൈയടിക്കുന്നവരും പരിപാടിയിലുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മന്ത്രിസഭകളിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാതെ മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. അവർ ആരൊക്കെയാണ്, ഏതൊക്കെ കാലഘട്ടത്തിലായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം EMS മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. പട്ടികജാതി ക്ഷേമ വകുപ്പും ഈ മന്ത്രിസഭയിൽ PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു കൈകാര്യം ചെയ്തത്. 1960 മുതൽ 62 വരെ പട്ടം താണുപിള്ള മന്ത്രിസഭയിലെ രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത K കുഞ്ഞമ്പുവും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിരുന്നു. AICC അംഗം കൂടിയായിരുന്ന കുഞ്ഞമ്പു പൊന്നാനി, തൃത്താല, ഞാറക്കൽ എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിലെത്തി. 1967 മുതൽ 69 വരെയുള്ള രണ്ടാം EMS മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിലെത്തിയ MK കൃഷ്ണനായിരുന്നു ഈ മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊച്ചിൻ പുലയ സഭയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന MK കൃഷ്ണൻ 1980-ലെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. 1970-ലെ C അച്യുതമേനോൻ മന്ത്രിസഭയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായ വെള്ള ഈച്ചരൻ ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 1970 മുതൽ 77 വരെ അദ്ദേഹം ജലസേചനം, ദേവസ്വം തുടങ്ങിയ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1969 മുതൽ 70 വരെയുള്ള ഒന്നാം അച്യുതമേനോൻ ഗവൺമെന്റിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളയാൾ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന O കോരനായിരുന്നു ഈ മന്ത്രിസഭയിൽ ജലസേചനവും കൃഷിയും വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉൾപ്പെടെ അംഗമായിരുന്ന അദ്ദേഹം രണ്ടാം കേരള നിയമസഭയിൽ നീലേശ്വരത്ത് നിന്നും മൂന്നാം കേരള നിയമസഭയിൽ കുഴൽമന്ദത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ മന്ത്രിസഭയിൽ തന്നെയാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നു തന്നെയുള്ള PK രാഘവൻ എന്ന CPI നേതാവ് ഭവന നിർമ്മാണ വകുപ്പ് കൈകാര്യം ചെയ്തത്. കോൺഗ്രസ് നേതാവായിരുന്ന KK ബാലകൃഷ്ണനാണ് ഈ തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാതെ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു മന്ത്രി. വിവിധ മന്ത്രിസഭകളിലായി 4 തവണ അദ്ദേഹം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദേവസ്വം, ഇറിഗേഷൻ, പട്ടികജാതി ക്ഷേമ വകുപ്പുകൾ KK ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1982-ലെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായും KK ബാലകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 1954 കൊച്ചി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന KK ബാലകൃഷ്ണൻ പിന്നീട് ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം 1996 വരെ ചാലക്കുടി, ചേലക്കര, തൃത്താല മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി തവണ കേരള നിയമസഭയിലെത്തി. CPIM നേതാവായ AK ബാലനും അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ കള്ളങ്ങൾക്കുള്ള മികച്ച മറുപടിയാണ്. 2006 മുതൽ 2011 വരെയുള്ള കാലത്തെ VS സർക്കാരിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ 2016 മുതൽ 2021 വരെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സാംസ്കാരികം, നിയമം, പാർലമെന്ററി വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കോൺഗ്രസ് നേതാവും വർഷങ്ങളായി വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന AP അനിൽകുമാറും എ ജയശങ്കറിന്റെ കള്ളങ്ങളെ പൊളിക്കുന്ന മികച്ച ഉദാഹരണമാണ്. 2004-ലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ യുവജനക്ഷേമ വകുപ്പും 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്തത് അനിൽകുമാറാണ്.
ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഈ അടുത്ത കാലം വരെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണനായിരുന്നു എന്നതും അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ കള്ളങ്ങൾക്കുള്ള മറുപടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ചരിത്രത്തിൽ ഇത്രയധികം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നിരിക്കെയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഇതുപോലെയുള്ള കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നടൻ ജോയ് മാത്യു ഈ പരിപാടിയിൽ മറ്റൊരു മുഖ്യാതിഥിയായിരുന്നു. ജയശങ്കറിന്റെ ഈ കള്ളത്തരത്തിന് കൈയടിക്കുന്നവരും ചർച്ചയിലുണ്ടായിരുന്നു.